മഗഫ് നഗരത്തിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ ചെങ്ങന്നൂർ പാണ്ടനാട് വൻമഴി 7-ാം വാർഡിൽ മണക്കണ്ടത്തിൽ മാത്യു തോമസിന്റെ സംസ്കാര ചടങ്ങുകൾ അക്ഷരാർത്ഥത്തിൽ കണ്ണീർ പുഴയായി മാറുകയായിരുന്നു. ഉച്ചയ്ക്ക് വൻമഴി കാളികുന്ന് ജോർദാൻപുരം ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിലായിരുന്നു അടക്കം നടന്നത്. സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം വെന്ത് വെണ്ണീറായ ആ ദാരുണ സംഭവത്തിന്റെ തീരാ ദുഃഖത്തിലായിരുന്നു ചെങ്ങന്നൂരിലെ വൻമഴി എന്ന ഗ്രാമം. ദുരന്തപുരം അറിഞ്ഞ നിമിഷം മുതൽ ചെങ്ങന്നൂർ പാണ്ടനാട് പഞ്ചായത്ത് 7-ാം വാർഡിൽ വൻമഴി പണക്കത്തറയിൽ മാത്യു തോമസിന്റെ വീട്ടിലേക്ക് രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിരവധി ആളുകളാണ് കടന്നു വന്നത്. വാക്കുകൾ കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ ഒന്നും സ്വാന്തനപ്പെടുത്താൻ ആർക്കും കഴിവില്ല എങ്കിലും കൂടെയുണ്ട് എന്ന ധൈര്യം കൊടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു വന്നവരെല്ലാം. കുവൈറ്റിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെള്ളിയാഴ്ച എത്തിച്ചേർന്ന മൃതദേഹം തിരുവല്ലായിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ നിന്നും സംസ്കാരത്തിനായി തിങ്കളാഴ്ച അഥവാ ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. NBTC കമ്പനിയിൽ മാത്യുവിനൊപ്പം ജോലി ചെയ്തിരുന്ന സഹോദരി പുത്രൻ ചങ്ങനാശ്ശേരി പായിപ്പാട് സ്വദേശി ഷിജു വർഗീസാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ഇതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന ചങ്ങനാശ്ശേരി പായിപ്പാട് ഷിജുവിന്റെ സഹോദരൻ ഷിബു വർഗീസും ഇതേ അപകടത്തിലാണ് മരണപ്പെട്ടത്. മാത്യു തോമസ് സെയിൽസ് വിഭാഗത്തിലും പായിപ്പാടുള്ള ഷിബു അക്കൗണ്ട്സ് വിഭാഗത്തിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരേ കുടുംബത്തിലെ 2 പേർ ഒരേ അപകടത്തിൽ മരണപ്പെട്ടത് കുടുംബത്തിന് ഇരട്ടി പ്രഹരമായി മാറുകയായിരുന്നു. തിരുവല്ല നിരണം പ്ലാച്ചുവട്ടിൽ പരേതനായ ഗീവർഗീസ് തോമസിന്റെയും മറിയാമ്മയുടെയും മകനായ മാത്യു തോമസ് കുവൈറ്റിലെ ഷോപ്പിംഗ് മാളിൽ കഴിഞ്ഞ 30 വർഷക്കാലമായി സെയിൽസ്മാനായി ജോലി ചെയ്തു വരികയായിരുന്നു. നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു മരണപ്പെട്ട ബിജു എന്ന് വിളിക്കുന്ന മാത്യു തോമസ്. ഭാര്യ ഷിനുവിനും മകൾ മേഘയ്ക്കും മെറിനുമൊപ്പം അവധി സന്തോഷപൂർവ്വം ആഘോഷിച്ച ശേഷം ഫെബ്രുവരിയിലാണ് കുവൈറ്റിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോയത്. അത് അവസാന വരവായിരുന്നുവെന്ന് ആരും അന്ന് കരുതിയില്ല. മക്കളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ച മനുഷ്യനായിരുന്നു മാത്യുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. അപകടത്തിന് തലേന്നാൾ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് വളരെയേറെ സമയം എല്ലാവരോടും സംസാരിച്ചതായും കുടുംബം പറഞ്ഞു. BSc നഴ്സിംഗ് പാസ്സായ മൂത്ത മകൾ മേഘ ആൻ മാത്യുവിനെ എത്രയും വേഗം കുവൈറ്റിലെത്തിക്കുന്നതിനുള്ള തിടുക്കത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. കുവൈറ്റിൽ നടന്ന തീപിടുത്തത്തെക്കുറിച്ച് അറിയാനായി വിളിച്ചപ്പോഴൊക്കെ ഫോണിൽ അദ്ദേഹത്തെ ലഭിച്ചിരുന്നില്ല. അപ്പോഴും തൻ്റെ പ്രിയതമൻ താമസിക്കുന്ന ഫ്ളാറ്റിലാണ് ഈ ദുരന്തമുണ്ടായതെന്ന് ഭാര്യ ഷിനു മനസ്സിൽ പോലും കരുതിയില്ല. എന്നാൽ വീണ്ടും വീണ്ടും ശ്രമിച്ചപ്പോഴും കിട്ടാതായതോടെ ഷിനുവിൻ്റെയും മക്കളുടെയും ഉള്ളിൽ ഭീതി നിറയുകയായിരുന്നു. എന്നാൽ ഒരിക്കലും ആ ദാരുണ സംഭവത്തിൽ തൻ്റെ കുടുംബനാഥൻ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ച അവരുടെ ചെവികളിലെത്തിയ വാർത്ത തീരാ ദുഃഖത്തിൻ്റെതായിരുന്നു. ബിജു എന്ന് വിളിപ്പേരുകാരനായ മാത്യു തോമസ് വിവാഹശേഷം 20 വർഷമായി പാണ്ടനാട്ടിലെ ഭാര്യ വീടിനോട് ചേർന്ന് വീട് വെച്ച് കുടുംബമായി താമസം മാറുകയായിരുന്നു. ഭാര്യ ഷിനു മാത്യുവും 2 പെൺമക്കളും ഭാര്യയുടെ മാതാപിതാക്കളും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം. മൂത്ത മകൾ മേഘ ആൻ മാത്യു ബാംഗ്ലൂരിൽ BSc നഴ്സിംഗ് പാസ്സായി. അതേപോലെ തന്നെ ഇളയ മകൾ മെറിൻ ആൻ മാത്യു MBAക്ക് പ്രവേശനം നേടി ഹൈദരാബാദിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലും ആയിരുന്നു. കുവൈറ്റിലെ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് കുവൈറ്റ് ഫയർഫോഴ്സ് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗാർഡിന്റെ റൂമിൽ നിന്ന് തന്നെയാണ് തീപിടുത്തം ഉണ്ടായതെന്നും ഫയർഫോഴ്സ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് പ്രവാസിയായ മാത്യു ബന്ധു കൂടിയായ MBTC കമ്പനി ഉടമ പത്തനംതിട്ട തിരുവല്ല സ്വദേശിയായ KG എബ്രഹാമിന്റെ സ്ഥാപനത്തിൽ സെയിൽസ് വിഭാഗം ജീവനക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹവും കുടുംബത്തിന് ആശ്വാസമായി എത്തിയിരുന്നു. മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചിരുന്നു. മൃതദേഹം രാവിലെ 9 മണിയോടെ വീട്ടിൽ പൊതുദർശനത്തിന് വെക്കുകയും ഉച്ചയ്ക്ക് 2-ന് വൻമഴി കാളികുന്ന് ജോർദാൻപുരം ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ മതപരമായ ചടങ്ങുകൾക്ക് ശേഷം അടക്കം ചെയ്യുകയും ആയിരുന്നു.